നല്ല ചൂട് എഗ് പപ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതെങ്ങനെ റെഡിയാക്കിയെന്ന് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. 3 സവാള ചെറുതാക്കി അരിഞ്ഞത്, ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 4 മുട്ട പുഴുങ്ങി തോട് കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള മുരിഞ്ഞു വരുന്നതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പം ഈ സവാള വെന്ത് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലപ്പൊടിയെല്ലാം ഒന്ന് റോസ്റ്റ് ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം അല്പം ഒഴിച്ചു കൊടുക്കാം. അല്പം മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ 4 പൈ ഷീറ്റാണുള്ളത്. ഞാൻ ഓരോ പൈ ഷീറ്റിനെയും 2ആയിട്ട് മുറിച്ചു കൊടുത്തിട്ടുണ്ട്. അല്പം മൈദമാവ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്നും കൂടെ വലുതാക്കി പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എല്ലാത്തിലും മസാല വെച്ചിട്ടുണ്ട്. ഇനി ഇത് എഗ് വാഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഞാൻ ഓവൻ 210 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 12 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 12 മിനിറ്റ്സ് ആയി. നമുക്ക് ഓവൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു സൈഡ് റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിതെടുത്തിട്ട് മറ്റേ സൈഡും തിരിച്ചിട്ടിട്ട് എഗ് വാഷ് ചെയ്തെടുക്കാം. ഇത് വീണ്ടും ഓവനിൽ വെച്ചിട്ട് 12 മിനിറ്റ്സ് ഒന്നുകൂടെ ബേക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഓവനിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. 2 സൈഡും നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പപ്സിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതുവരെ പപ്സ് വീട്ടിലുണ്ടാക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.